ഈ നരൻ എന്നുള്ള സിനിമ ചെയ്ത് അതിൻ്റെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും ആ സിനിമ റിലീസ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം വരെ ആ സിനിമ ഹിറ്റ് സിനിമയല്ല, അതൊരു അട്ടർ ഫ്ലോപ്പ് ആവാൻ പോകുന്നൊരു സിനിമയായിരുന്നു. കാരണം അത് ആർക്കും അങ്ങനെ വർക്കായില്ല ആ സിനിമ അതിന് മുമ്പേ കണ്ട ആൾക്കാരിൽ. അതിൻ്റെ ഡബിൾ പോസിറ്റീവ് ജോസ് സാർ അത് എഡിറ്റ് ചെയ്തിട്ട് നമ്മളന്ന് പ്രൊജക്റ്റ് സമയത്ത് ആൻ്റണി ഭയങ്കര ചൂടാവുക ചെയ്തത്. എനിക്ക് ഈ സിനിമ വേണ്ടെന്നാണ് പുള്ളി പറഞ്ഞിരുന്നത്. ഇപ്പോൾ തിയേറ്ററിൽ പടം ഇറങ്ങി കഴിഞ്ഞാൽ അതൊരു ഇപ്പോൾ മമ്മൂക്ക അഭിനയിക്കുന്ന ഒരു പടമാണ്, ലാലേട്ടൻ അഭിനയിക്കുന്ന ഒരു പടമാണെങ്കിൽ കൊള്ളാവുന്ന ഒരു പടമായിരിക്കും. കാരണം അവർ തിരഞ്ഞെടുത്തതാണല്ലോ, അവർ സ്ക്രിപ്റ്റ് കേട്ട് അവർ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് തിരഞ്ഞെടുത്ത പടമാണല്ലോ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, മറ്റൊരു ബ്രാൻഡിങ് ഉണ്ട്. അതൊരു പ്രൊഡ്യൂസർ ആയാലും മതി, ഒരു വലിയൊരു പ്രൊഡ്യൂസറിൻ്റെ ഒരു പ്രൊഡക്ഷൻ്റെ ബാനറിലാണെങ്കിൽ ഒരു ബ്രാൻഡിങ് ഉണ്ട്. കൺസിസ്റ്റൻ്റ് ആയിട്ട് നല്ല സിനിമകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും നല്ല സിനിമയ്ക്ക് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന അവാർഡാണ് ഓസ്കാർ അവാർഡ് എന്നാണ് സാമാന്യ ജൻ ധരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ ലോകത്തിലെ ഏറ്റവും നല്ല സിനിമ തിരഞ്ഞെടുക്കാൻ പറ്റില്ല, അതിനൊരു അവാർഡ് കൊടുക്കാനും പറ്റില്ല. ഓസ്കാർ അവാർഡിൻ്റെതായ നിയമങ്ങളുണ്ട്, നിയമാവലികളുണ്ട്, അതിൻ്റെ തീരുമാനങ്ങളുണ്ട്. അപ്പോൾ വേറൊരാളുടെ പടത്തിൻ്റെ റേറ്റിംഗ് കുറയ്ക്കാൻ വേണ്ടി കാശിറക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സ്വന്തം പടത്തിൻ്റെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി കാശ് കൊടുക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊന്നും വെച്ചുകൊണ്ട് ഒരിക്കലും ഇത് നമുക്ക് ഒരു ജഡ്ജ്മെൻറ്റിലേക്ക് പറയാൻ പറ്റില്ല. ഒരു വലിയ സ്റ്റാർകാസ്റ്റ് ഉള്ള സിനിമകളുടെ കൂടെ തന്നെ അധികം സ്റ്റാർകാസ്റ്റ് ഇല്ലാത്ത സിനിമകൾ, കൊമേഴ്ഷ്യൽ എലമെന്റ്സ് കുറവുള്ള സിനിമകൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഇത്തരത്തിലുള്ള സിനിമകൾ വേണ്ടത്ര ഒരു പോപ്പുലാരിറ്റി കിട്ടാതെ പോകുന്നില്ലേ? ഏത് തരത്തിലുള്ള സിനിമകൾ? വലിയ സ്റ്റാർകാസ്റ്റ് ഉള്ള സിനിമകൾ, കൊമേഴ്ഷ്യൽ സിനിമകളുടെ കൂടെ തന്നെ ഈ കൊമേഴ്ഷ്യൽ എലമെന്റ് കുറവുള്ള സിനിമകൾ അതിന് വേണ്ടത്ര കൊമേഴ്ഷ്യൽ എലമെന്റുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റാർകാസ്റ്റിനെയാണോ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്? അത് ശരിയാണ്. സ്റ്റാർകാസ്റ്റ് കുറവുള്ള സിനിമകൾ തിയേറ്ററിൽ ശ്രദ്ധിക്കപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൾക്കാർ ടിക്കറ്റ് എടുത്ത് അതിന് പോകാൻ തയ്യാറാവുന്നില്ല. മമ്മൂക്കയാണെങ്കിൽ നോക്കാം, ലാലേട്ടനാണെങ്കിൽ നോക്കാം എന്ന് പറയുന്ന ഇപ്പോൾ ഇയാളെ സിനിമ അത് ടി വിയിൽ വരട്ടെ അല്ലെങ്കിൽ ടെലിഗ്രാമിൽ വരട്ടെ എന്ന് ആൾക്കാർ ചിന്തിച്ച് കളയും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് കമേഴ്ഷ്യൽ സിനിമകൾ തന്നെയാണ് ആൾക്കാർ കാണാൻ ഇഷ്ടപ്പെടുന്നത്, അവരിലേക്ക് ആകർഷിക്കുന്ന ഘടകം തന്നെയാണ്. പിന്നെ ഒരു സിനിമ ഇപ്പോൾ മമ്മൂക്കയെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു സിനിമ ഇറങ്ങി എന്നുള്ളതോ അതിനൊരു നല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ അത് ആരും അറിയാതെ പോവില്ല. ഇപ്പോൾ ഓ ബേബി പോലത്തെ ഒരു സിനിമയ്ക്ക് അങ്ങനെയല്ല, അത് പോയി റീച്ച് ചെയ്യണമെങ്കിൽ തന്നെ ഒരുപാട് സമയമെടുക്കും. മൗത്ത് പബ്ലിസിറ്റി പോയാൽ തന്നെ അത് റീച്ച് ചെയ്യണമെങ്കിൽ അത് കൂടുതൽ സമയമെടുക്കും. മമ്മൂക്കയുടെ സിനിമയൊക്കെ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ഒക്കെ സിനിമയാകുമ്പോൾ അവരുടെ ഒരു ഫാൻ ബേസ് ഉണ്ടല്ലോ. ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ അതിൽ വരുമ്പോൾ തന്നെ അതിലേക്ക് ഒരു ഫോക്കസ് ഉണ്ട്. മറ്റേതിപ്പോൾ ഒരു രഞ്ജൻ പ്രമോദ് ഒരു സിനിമ ചെയ്തു എന്ന് പറയുമ്പോൾ അതൊന്നും ആരാണ് എത്ര പേരുണ്ടാവും അങ്ങനെ ഒരു ഫിലിം മേക്കറെ ശ്രദ്ധിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനെ ശ്രദ്ധിച്ചിട്ടുള്ള ആൾക്കാർ വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. അവർ പോരാ നമുക്ക് സിനിമയ്ക്ക് ഒരു ഇനീഷ്യൽ കളക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിന് ആർട്ടിസ്റ്റിന്റെ ഫേസ് തന്നെ വേണം അല്ലേ? അപ്പോൾ ഫെസ്റ്റിവൽസ് ഒക്കെ ഇപ്പൊ IFFK നല്ല അപ്രിസിയേഷൻ കിട്ടിയ സിനിമയായിരുന്നു. അപ്പൊ ഇപ്പൊ കൃഷാന്തിന്റെ നേരത്തെ പറഞ്ഞ പോലെ ആവാസവ്യൂഹം എന്ന സിനിമ, കൃഷാന്ത് എന്ന ഫിലിം മേക്കറിനെ പലരും പറഞ്ഞത് ആവാസവ്യൂഹം എന്നൊരു സിനിമ ഇറങ്ങി, അത് ഫെസ്റ്റിവൽ IFFK വഴി ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടു. അപ്പൊ ഈ ഫെസ്റ്റിവൽസും ഇത്തരത്തിലുള്ള സിനിമകളെ ഒരുപാട് പുഷ് ചെയ്യുന്നില്ലേ പ്രേക്ഷകരിലേക്ക് തന്നെ? ഉണ്ട്. ഫെസ്റ്റിവലുകൾ ഗുണകരമായിട്ടുള്ള IFFK തീർച്ചയായിട്ടും ഇൻഡിപെൻഡന്റ് സിനിമയെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായതാണ്. IFFK എന്ന് പറയുന്നതിനെ നമ്മൾ ആക്ച്വലി കാറ്റഗറൈസ് ചെയ്യുന്ന ഒരു ഇൻഡിപെൻഡന്റ് ഫിലിം ഫെസ്റ്റിവൽ എന്നുള്ള രീതിയിൽ ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ഒന്നാമത് ഈ പുറത്തുനിന്നുള്ള സിനിമകൾ, നല്ല സിനിമകൾ നമുക്ക് ഫെസ്റ്റിവലിലേക്ക് നല്ല സിനിമകൾ കിട്ടണമെങ്കിൽ ഈ ഫെസ്റ്റിവൽ അതോറിറ്റീസ്, ഫെസ്റ്റിവൽക്കാർ കാശ് കൊടുത്തെടുക്കണം, ഒരു സ്ക്രീനിങ്ങിന് വേണ്ടി കാശ് കൊടുക്കണം. അങ്ങനാലേ പുറത്തുനിന്നുള്ള പടങ്ങൾ, നല്ല പടങ്ങൾ കിട്ടുള്ളൂ. ഇൻഡിപെൻഡന്റ് ഫിലിം മേക്കേഴ്സിനെ സംബന്ധിച്ചുള്ള ഇവർക്ക് ഒരു സ്ക്രീനിങ് വരെയും അംഗീകാരം കിട്ടുകയാണ് വേണ്ടത്. അതേസമയം ഒരു വലിയ ഒരു ഫിലിം മജീദിയുടെ പടമോ അല്ലെങ്കിൽ അബ്ബാസ് കിരസ്തമിയുടെ പടമോ അല്ലെങ്കിൽ ഓംകാർ വായിൻ്റെ പടമോ, അങ്ങനെ ഞാൻ കുറച്ച് നേരത്തെയുള്ള ഡയറക്ടേഴ്സിനെ പറയാൻ കേട്ടോ, കണ്ടംപററി ആയിട്ടുള്ള ആൾക്കാരെ പറഞ്ഞിട്ട് ഇനി വേറെ പ്രശ്നം വേണ്ടെന്ന് വിചാരിച്ചിട്ട് പറയാം. അത്തരത്തിലുള്ള നോട്ടഡ് ആയിട്ടുള്ള വലിയ ഡയറക്ടേഴ്സിൻ്റെ സിനിമകൾ, വലിയ ഫിലിം മേക്കേഴ്സിൻ്റെ സിനിമകൾ നമുക്കൊരു ഫെസ്റ്റിവലിലേക്ക് കിട്ടണമെങ്കിൽ കൂടുതൽ കാശ് കൊടുക്കണം, അതിന് ചിലവ് ജാസ്തിയുണ്ട്. അതേസമയം ഈ പറയുന്ന ഇൻഡിപെൻഡന്റ് സിനിമകൾ, പുതിയ ആൾക്കാരുടെ സിനിമകൾ, ഇങ്ങനത്തെ സിനിമകളാകുമ്പോൾ അതിന് വലിയ കാശൊന്നും കൊടുക്കാതെ അവർക്കൊരു സ്ക്രീനിങ് കിട്ടിയാൽ മതി എന്ന് വിചാരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ വലിയ പൈസ ഇല്ലാതെ കിട്ടും. കുറച്ചുകൂടെ ജെന്യുവൻ ആയിട്ടുള്ള സെലക്ഷൻസും നടത്തി കഴിഞ്ഞാൽ IFFK ഒക്കെ വളരെ ഗുണകരമായ രീതിയിലേക്ക് വെക്കാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് മലയാളത്തിലൊക്കെ ഉള്ള സിനിമകൾ ഇപ്പോൾ മലയാള സിനിമ ടുഡേ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കാണിക്കാൻ വെക്കുന്നുണ്ട്. പക്ഷേ മലയാള സിനിമ ടുഡേ എന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ അവിടെ വെച്ചത് കൊണ്ട് അതിനൊരു വലിയ, കാരണം പുറമേ നിന്നുള്ള ഒരു വ്യൂവേഴ്സ് ഒന്നും ഇതിൻ്റെ അകത്ത് വരുന്നില്ല. ഈ ട്രിവാൻഡ്രത്തെ ഫെസ്റ്റിവലിലൊന്നും അങ്ങനെ അധികം പുറത്തുനിന്നുള്ള ആൾക്കാരൊന്നുമില്ല. വളരെ കുറച്ച് ആൾക്കാർ തമിഴ്നാട്ടിൽ നിന്നോ ബാംഗ്ലൂരിൽ നിന്നൊക്കെ വന്ന് പുറത്ത് വരുന്ന കുറച്ച് ഫിലിം സ്റ്റുഡൻസും, ബാക്കി മുഴുവൻ മലയാളികൾ തന്നെയാണ് ആ സിനിമകൾ കാണാൻ വേണ്ടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ ഈ സിനിമകളൊന്നും, മലയാള സിനിമയായിട്ട് ഈ വരുന്ന കൂടുതൽ ആൾക്കാർ അവിടെ പ്രിഫർ ചെയ്യുകയില്ല.
ഓ ബേബി അവിടെ കാണിച്ചപ്പോൾ IFFK കാണിച്ചപ്പോൾ അത് എല്ലാ ഷോസും ഭയങ്കര ഹൗസ്ഫുൾ ആയിരുന്നു. എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാ സിനിമകളും ഒരുവിധം ആൾക്കാർക്ക് അറിയാവുന്ന സിനിമകളൊക്കെ അങ്ങനെ ഫുള്ളായിട്ടാണ് പോയത്. അതിപ്പോൾ ഓ ബേബി തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ അതിൽ കാണാൻ പറ്റിയില്ല. അപ്പോൾ ഒരു തിയേറ്ററിൽ കാണാനുള്ള ഒരു അവസരം എന്നുള്ള നിലയ്ക്ക് അന്ന് അതിനവിടെ കുറച്ച് ആൾക്കാർ വന്നിട്ട് അത് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഓ ബേബി പോലുള്ള സിനിമകൾക്ക് അത് ഗുണകരമായത്. പിന്നെ ഞാനത് ഒരുപാട് വലിയ പുറത്തുള്ള ഇങ്ങനെ വലിയ വലിയ ഫെസ്റ്റിവൽസിലൊന്നും അയച്ചിട്ടില്ല. പ്രധാനമായിട്ട് ഒരു 3 ഫെസ്റ്റിവൽസാണ് ഈ പറയുന്ന വേൾഡ് ലെവലിൽ നമുക്ക് ശ്രദ്ധിക്കപ്പെടാനുള്ള ഫെസ്റ്റിവൽസ് ഉള്ളൂ. അതായത് കാനിലോ, ബെർലിനിലോ, ലൊക്കാർണയിലോ ഒക്കെ അങ്ങനത്തെ, വെനീസ്, അങ്ങനെ ഒരു 3-4 ഫെസ്റ്റിവൽസ് മാത്രമേ ഉള്ളൂ, A-B കാറ്റഗറി ഫെസ്റ്റിവൽസ്. ആ ഫെസ്റ്റിവൽസിൽ വന്നുകൊണ്ട് മാത്രം അവിടെയുള്ളൂ ഫിലിം മാർക്കറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അവിടെ വന്നാൽ മാത്രമേ ഉള്ളൂ ഫിലിം ഷോക്കേസ് ചെയ്യപ്പെടുക ഒരു വേൾഡ് മാർക്കറ്റിലേക്ക്. അങ്ങനെയുള്ള ഫെസ്റ്റിവൽസിലേക്ക് നമ്മുടെ ഈ സിനിമകളൊന്നും പോകുന്നില്ല. അതൊരു ടൊറന്റോ ഫിലിം ഫെസ്റ്റിവൽ നമ്മുടെ സിനിമകൾ പോയിട്ടില്ല. അധികം നല്ല പോയിട്ട് തന്നെയല്ല, അപൂർവമായിട്ട് 1-2 സിനിമകളൊക്കെ വല്ലപ്പോഴൊക്കെ പോയിട്ടുള്ളൂ. അതും പല എൻട്രികളും നമ്മുടെ ഇവിടെ നിന്നുള്ള എൻട്രികളായിരുന്നില്ല. ഇപ്പോൾ മരണസിംഹാസനം എന്ന് പറഞ്ഞൊരു പടത്തിന് ഓസ്കാർ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് മുരളി നായർ എന്ന് പറഞ്ഞൊരു മലയാളിയാണ്, മലയാള സിനിമ തന്നെയാണ്. പക്ഷേ അതിൻ്റെ എൻട്രി പോയിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. അപ്പോൾ ഇത്തവണ വന്നിരിക്കുന്ന എൻട്രി അങ്ങനെ തന്നെയാണ്, ഫ്രാൻസിൽ നിന്നാണ് എൻട്രി. ഇപ്പം നമുക്ക് ഒരു മലയാള സിനിമ അംഗീകരിക്കപ്പെട്ടല്ലോ, മലയാള ഹിന്ദിയും കൂടെ ഉള്ളൊരു സിനിമ. ഇപ്പോൾ എൻ്റെ പേര് നമ്മുടെ കനി കുസൃതിയൊക്കെ അഭിനയിച്ചിട്ടുള്ള ആ സിനിമയുടെ എൻട്രി ഫ്രാൻസിൽ നിന്നാണ്. എൻ്റെ പ്രൊഡ്യൂസർ ഫ്രാൻസിലാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ അകത്ത് പോലും ഈ ഫെസ്റ്റിവൽ ക്യൂറേറ്റേഴ്സ് അങ്ങനത്തെ ടീമുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇതുപോലെ തന്നെയാണ്. ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ നമ്മൾ മാസികയിലേക്ക് കഥ എഴുതി അയച്ചാൽ, അല്ലെങ്കിൽ ഒരു ഡയറക്ടർ എടുത്ത് കൊണ്ടുവരും, നമ്മളൊരു കഥയുണ്ട് സാർ കേൾക്കണം എന്നും പറഞ്ഞിട്ട് ഒരു ഡയറക്ടർ എടുത്തോ ഒരു ആക്ടറെ എടുത്തോ നമ്മൾ ചെല്ലുന്ന സമയത്ത് ഉണ്ടാകുന്ന കാര്യം, ഇയാളാരാ, ഇതുപോലെ ഒരു 1000 എണ്ണം 1 ലക്ഷക്കണക്കിനെണ്ണം വരുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഈ ഫെസ്റ്റിവലുകളിലേക്ക്, ഈ മേജർ ഫെസ്റ്റിവലിലേക്ക് വരുന്ന എൻട്രീസ്. അപ്പോൾ നമ്മൾ ഈ കാണുന്നില്ല, അവരൊന്നും കാണാനുള്ള ഒരു പരിഗണന പോലും അവർക്ക് നമുക്ക് കിട്ടില്ല. അവിടെ എവിടെ നിന്നുള്ളതായാലും അവർ നോട്ടബിൾ ആയിട്ടുള്ള ഈ ക്യൂറേറ്റേഴ്സ് വഴി ഫെസ്റ്റിവലിലേക്ക് സിനിമ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരുടെ ശ്രദ്ധയിലേക്ക് ഏതെങ്കിലും തരത്തിൽ വന്നാലോ അതിനെ മാർക്കറ്റ് ചെയ്താലോ മാത്രമേ അതിനെ അങ്ങോട്ട് പോകുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ ഓൺലൈനിൽ കണ്ട് എന്നാൽ പിന്നെ ഈ ഫെസ്റ്റിവൽ ഉണ്ട് ഇതിനെ അപേക്ഷിച്ചേക്കാന്ന് പറഞ്ഞാൽ കിട്ടുന്ന ഫെസ്റ്റിവലുകൾ ഈ ഫെസ്റ്റിവലുകളൊന്നും കിട്ടില്ല. ഈ പ്രധാനപ്പെട്ട ഫെസ്റ്റിവലുകളിലേക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. നമുക്കറിയാം, അതിപ്പോൾ ഒരു ബാനറിൽ, ഒരു വലിയൊരു ബാനറിലാണെങ്കിൽ കുറെ കൂടി ഈസി ആയിരിക്കും. ആ ബാനറിന്റെ പടങ്ങൾ ആൾക്കാർ ശ്രദ്ധിക്കുമായിരിക്കും. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അത് ശ്രദ്ധിക്കപ്പെടാനുള്ള എന്തെങ്കിലും ഒന്ന് വേണം. ഇപ്പോൾ തിയേറ്ററിൽ പടം ഇറങ്ങി കഴിഞ്ഞാൽ അതൊരു ഇപ്പോൾ മമ്മൂക്ക അഭിനയിക്കുന്ന ഒരു പടമാണ്, ലാലേട്ടൻ അഭിനയിക്കുന്ന ഒരു പടമാണെങ്കിൽ അത് കൊള്ളാവുന്ന ഒരു പടമായിരിക്കും. കാരണം അവർ തിരഞ്ഞെടുത്തതാണല്ലോ, അവർ സ്ക്രിപ്റ്റ് കേട്ട് അവർ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് തിരഞ്ഞെടുത്ത പടമാണല്ലോ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ഒരു ബ്രാൻഡിങ് ഉണ്ട്. അതൊരു പ്രൊഡ്യൂസർ ആയാലും മതി. ഒരു വലിയൊരു പ്രൊഡ്യൂസറിൻ്റെ ഒരു പ്രൊഡക്ഷൻ്റെ ബാനറിലാണെങ്കിൽ ഒരു ബ്രാൻഡിങ് ഉണ്ട്. കൺസിസ്റ്റൻ്റ് ആയിട്ട് നല്ല സിനിമകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണെങ്കിൽ മനസ്സിലായില്ല. അപ്പോൾ അതേപോലത്തെ വലിയ വലിയ ബാനറുകളോ അല്ലെങ്കിൽ ഈ ഫെസ്റ്റിവൽ അതോറിറ്റീസോ ക്യൂറേറ്റേഴ്സോ ആയിട്ടൊക്കെയുള്ള കണക്ഷൻസ് ഉള്ള ആൾക്കാരോ നിരന്തരം കൊടുക്കുന്ന അതിൻ്റെ വെൻഡേഴ്സോ ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൻ്റെ അകത്തോ അല്ലെങ്കിൽ ആമസോണിൻ്റെ അകത്തൊക്കെ പടം കൊടുക്കുന്ന സമയത്ത് അങ്ങനെയുള്ള വെൻഡേഴ്സ് ഉണ്ട്. അവരുടെ അതായത് ഒരു തവണയെങ്കിലും അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ വഴിയായിരിക്കും പുതിയ ആൾക്കാർ സിനിമ കൊടുക്കുക. ഇപ്പോൾ ഒരു പേപ്പർ വ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു പടം കാണിക്കാൻ വേണ്ടിയിട്ട് ആമസോണിൽ കൊടുക്കണമെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഒരു അഡ്രസ്സും ഇല്ലാത്ത ഒരുപാട് പേരുണ്ടാവും. അവർക്കിത് മുഴുവൻ കണ്ട് വിലയിരുത്താൻ പറ്റില്ല. അപ്പോൾ ഇടയിലൊരു ബോഡീനെ അവർ വെക്കും. ഇത് ആദ്യം ഒന്ന് കണ്ട് കൊള്ളാവുന്നതാണോ, അപ്പോൾ ഒരു നല്ലൊരു ബാനർ ആണെങ്കിലോ ആ ബാനർ തരുന്നതാണ്, അവർ ബോധമുള്ള ആൾക്കാരാണ് എന്നൊരു ഐഡിയ അതിനുണ്ടാവും. അതാണ് ഈ വെൻഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവർ ലിസ്റ്റ് ചെയ്യുന്നത്. അതേപോലെ ഫെസ്റ്റിവൽസിനുണ്ട്. ഓക്കെ, താങ്ക് യു. എന്തായാലും അത് പലപ്പോഴും എന്താ വെച്ചാൽ ഈ ഫെസ്റ്റിവലുകളെ പറ്റിയിട്ടൊക്കെ ഇപ്പോൾ ഓസ്കാർ അവാർഡ് ലോകത്തിലെ ഏറ്റവും വലിയ അവാർഡായിട്ട് നമ്മൾ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓസ്കാർ അവാർഡ് നന്നായി മാർക്കറ്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ലോകത്തിലെ ഏറ്റവും നല്ല സിനിമയ്ക്ക് എന്ന് പറഞ്ഞു കൊടുക്കുന്ന അവാർഡാണ് ഓസ്കാർ അവാർഡ് എന്നാണ് സാമാന്യ ജൻ ധരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ ലോകത്തിലെ ഏറ്റവും നല്ല സിനിമ തിരഞ്ഞെടുക്കാൻ പറ്റില്ല, അതിനൊരു അവാർഡ് കൊടുക്കാനും പറ്റില്ല. ഓസ്കാർ അവാർഡിൻ്റെതായ നിയമങ്ങളുണ്ട്, നിയമാവലികളുണ്ട്, അതിൻ്റെ തീരുമാനങ്ങളുണ്ട്. ഓസ്കാർ അവാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് അമേരിക്കയിൽ റിലീസ് ചെയ്ത സിനിമകളായിരിക്കണം. അമേരിക്കയിൽ എനിക്ക് തോന്നുന്നു 3 തിയേറ്ററിലെങ്കിലും 25 ദിവസമോ 2 ആഴ്ചയോ എന്തെങ്കിലും കമേഴ്ഷ്യലായി റിലീസ് ചെയ്ത ഓഡിയോ സിനിമകളായിരിക്കണം. പിന്നെ അമേരിക്കയുടെ രാഷ്ട്രീയ സിദ്ധാന്തങ്ങളെയോ അമേരിക്കയുടെ അത്തരത്തിലുള്ള കാര്യങ്ങളെയോ ഒന്നും, അതേപോലെ ഓസ്കാർ അവാർഡ് അമേരിക്കനിസത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അമേരിക്കൻ രാഷ്ട്രീയത്തിൻ്റെ അമേരിക്കൻ കാഴ്ചപ്പാടുകളെയും ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓസ്കാർ അവാർഡ്. അങ്ങനെ അല്ലാത്ത സിനിമകൾ അവിടെ പരിഗണിക്കില്ല, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ ഫിലിം ഫെയർ അവാർഡ് പോലെ അതിൻ്റെ അകത്ത് വോട്ട് ചെയ്യുന്നത് ഫിലിം ഫെയർ അവാർഡോ അല്ലെങ്കിൽ ഇവിടെ വരുന്ന ചില പ്രൈവറ്റ് അവാർഡുകളോ വനിതാ അവാർഡ് എന്നൊക്കെ വരുമ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് ആൾക്കാർ വോട്ട് ചെയ്യല്ലോ, സാധാരണ ജനങ്ങൾ. അതേപോലെ ഈ ഓസ്കാറിന് വോട്ട് ചെയ്യുന്നത് ഫിലിം ഗിൽഡാണ്. അമേരിക്കൻ സിനിമ, ഹോളിവുഡ് സിനിമ ഇൻഡസ്ട്രിക്ക് അകത്തുള്ള ആൾക്കാരാണ് ഇതിന് വോട്ട് ചെയ്യുന്നത് ഈ അവാർഡുകൾക്ക് വേണ്ടി. അപ്പോൾ അവരത് വോട്ട് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ മാർക്കറ്റ് ചെയ്യണം, നല്ല കാശ് ഇറക്കി അതിനവിടെ മാർക്കറ്റ് ചെയ്യാൻ പറ്റണം നമുക്ക്.
അപ്പോൾ അതൊന്നും ഈ പറയുന്ന 30 ലക്ഷത്തിനടുത്ത സിനിമ എടുക്കാനേ 30 ലക്ഷം ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് പോയി ടിക്കറ്റ് എടുത്തിട്ട് പോയിട്ട് വരണമെങ്കിൽ അത് പൈസ തികയില്ല. അപ്പോൾ അവിടേക്കൊന്നും ഇത് എത്തൂല. അപ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ ഓസ്കാർ അവാർഡ് എന്ന് പറഞ്ഞാൽ എന്തോ ഭയങ്കര സംഭവമാണ് എന്നൊക്കെയുള്ള രീതിയിൽ ഇവിടെ മാർക്കറ്റ് എൻ്റെ ജീവിതത്തിൽ അഭിലാഷം ഒരു ഓസ്കാർ അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു മലയാളി അയാളുടെ ജീവിതത്തിൽ അഭിലാഷം ഓസ്കാർ അവാർഡ് കിട്ടുക എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ മണ്ടത്തരായി പോകും. കാരണം അത് മലയാള സിനിമയ്ക്കുള്ള അവാർഡല്ല, അത് അമേരിക്കൻ സിനിമകൾക്കുള്ള അവാർഡാണ്. ഈ അടുത്ത കാലത്താണ് അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ മികച്ച സിനിമയ്ക്കുള്ള അവാർഡുകൾ അമേരിക്കൻ സിനിമ അല്ലാതെ കൊടുത്തു തുടങ്ങിയത് അക്കാഡമി. അമേരിക്കൻ അത് വളരെ അടുത്ത കാലത്ത് 3-4 കൊല്ലങ്ങൾ 5 കൊല്ലത്തിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു കാലത്ത്. അതിന് മുമ്പൊക്കെ അമേരിക്കൻ സിനിമകളൊക്കെ കൊടുക്കുള്ളൂ. ഈ അടുത്ത കാലത്ത് കൊടുക്കാൻ തുടങ്ങുമ്പോൾ ഇനിയിപ്പോൾ എന്താ നമ്മൾ ചരിത്രത്തിൽ നോക്കുമ്പോൾ ഒരു 10 കൊല്ലം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇത് ലോകത്തിലെ സിനിമയ്ക്ക് കൊടുത്ത അവാർഡായിരുന്നു എന്ന് പറയുകയും ഇവർ പണ്ട് തൊട്ടേ ചെയ്തു വന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ലോകത്തിലെ അന്നും ഇങ്ങനെയാണെന്ന് ആൾക്കാർ പെട്ടെന്ന് ധരിക്കും. അതിപ്പോൾ അവർ വരുത്തിയൊരു മാറ്റാ. അല്ലെങ്കിൽ ബെസ്റ്റ് ഫോറിൻ ഫിലിം എന്ന് പറഞ്ഞിട്ടൊരു അവാർഡാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ അകത്തുള്ള പുറത്തുനിന്നുള്ള സിനിമകൾക്ക് അവാർഡ് കൊടുക്കും ബെസ്റ്റ് ഫോറിൻ ഫിലിം എന്നാണ്. ബെസ്റ്റ് ഫോറിൻ ഫിലിം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിനും കാറ്റഗറി ഉണ്ട്. അല്ലാതെ ലോകത്തിലുള്ള എല്ലാ സ്ഥലത്തും നോക്കിയിട്ട് അതിലൊരു മികച്ച സിനിമ തിരഞ്ഞെടുത്തല്ല. അമേരിക്കയിൽ ഡബ് ചെയ്ത് റിലീസ് ചെയ്ത് 25 ദിവസം ഓടിയ സിനിമയാണ് ബെസ്റ്റ് ഫോറിൻ ഫിലിം. മികച്ച ഡബിങ് ചിത്രം എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? അങ്ങനെ അവാർഡുകൾ കിട്ടിയിട്ടുള്ള വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള സിനിമകളുണ്ട്. ഇപ്പോൾ ദ ലാസ്റ്റ് ടെമ്പർ എന്നൊക്കെ പറഞ്ഞ സിനിമ അമേരിക്കൻ സിനിമ അല്ല. അത് നമുക്ക് അതിൻ്റെ ഇംഗ്ലീഷിലെ പേരുകളാണ് അറിയുന്നത്. അതുപോലെ ചൈനീസോ ജപ്പാനീസോ ഒരു സിനിമയാണ് അതൊക്കെ. അപ്പോൾ അങ്ങനത്തെ സിനിമകളൊക്കെ ഇത് മികച്ച ഫോറിൻ ഫിലിം എന്ന് പറഞ്ഞൊരു അവാർഡ് നേരത്തെ അവർ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവാർഡുകളെ വെച്ചുകൊണ്ട് നമുക്കൊരിക്കലും ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. പിന്നെ IMDb റേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ പുറത്തൊക്കെ അത് വളരെ മാന്യമായി നടക്കുന്നുണ്ട്. ആൾക്കാർ വോട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറ്റില്ല. കാരണം വലിയ വലിയ ബ്രാൻഡുകൾ അവരുടെ റേറ്റിംഗും നന്നായിട്ട് കൂട്ടി ഇട്ട് കൊടുക്കും. പിന്നെ ചെറിയ ആൾക്കാർക്ക് കാശ് കൊടുത്തത് കൂട്ടാൻ പറ്റൂല. പിന്നെ എന്നെ പോലത്തെ ആൾക്കാർക്കൊക്കെ ആരെങ്കിലും ഒക്കെ കാശ് കൊടുത്തിട്ട് അതിന്റെ റേറ്റിംഗ് കുറപ്പിക്കും. അത് OBBക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ OBBക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ട്. OBBയുടെ റേറ്റിംഗ് 5.1 3.8 ഒക്കെ ആയിരുന്നു OBBയുടെ റേറ്റിംഗ്. OBBക്ക് 3.8 എന്ന് പറഞ്ഞാൽ ഡോണ്ട് യു തിങ്ക് ഇറ്റ്സ് ഫണ്ണി? അതൊരാൾ കാശ് കൊടുത്ത് ചെയ്തതാണ്. അമേരിക്കയിൽ നിന്ന് ചെയ്തിരിക്കുകയാണ് അത് ഫോട്ടോ വെച്ചിട്ട്. ഇതൊക്കെ വളരെ നിസ്സാരമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ വേറൊരാളുടെ പടത്തിന്റെ റേറ്റിംഗ് കുറയ്ക്കാൻ വേണ്ടി കാശ് ഇറക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സ്വന്തം പടത്തിന്റെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി കാശ് കൊടുക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊന്നും വെച്ചുകൊണ്ട് ഒരിക്കലും ഇത് നമുക്ക് ഒരു ജഡ്ജ്മെന്റിലേക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഇതിനെ പോസ്റ്റ് ട്രൂത്ത് ഏജ് എന്നാണ് പറയുന്നത്. പോസ്റ്റ് ട്രൂത്ത് ഏജ് എന്ന് പറഞ്ഞാൽ സത്യത്തിന് വിലയില്ലാതാവുന്ന കാലമാണ്. മനസ്സിലായില്ലേ? ഞാൻ ഒരു കാര്യം പറയും, നിങ്ങൾ വേറൊരു കാര്യം പറയും, നിങ്ങൾ വേറൊരു കാര്യം പറയുന്ന സമയത്ത് ഒരു സത്യം ഇതിൻ്റെ ഇടയിൽ എവിടെ അങ്ങ് മുങ്ങിപ്പോവുകയാണ്. ഒരാൾ പറഞ്ഞത് സത്യമായിരിക്കും, പക്ഷേ അതേ കാര്യത്തിന് നീ വേറൊരു വേർഷൻ ഇയാൾ വേറൊരു വേർഷൻ പറഞ്ഞാൽ 3 പേരുണ്ടായിരുന്നു, 3 പേര് ഇതിന് 3 വേർഷനാണ് പറഞ്ഞത്, ഏതാണ് വിശ്വസിക്കുക എന്നുള്ള അറിയില്ല എന്നാണ് എൻ്റെ റീഡിങ് വരിക. അതിൽ സത്യം ഉണ്ടായിരുന്നു ഒരാൾ പറഞ്ഞത്. അതാണ് ഈ പോസ്റ്റ് ട്രൂത്ത് ഏജ് എന്ന് പറയുന്നത്. ആർക്ക് വേണമെങ്കിൽ മൈക്കെടുത്ത് വെച്ച് എന്തെങ്കിലും പറഞ്ഞൊരു യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കിയിടാലോ. കാണാം. പിന്നെ ഇതിന്റെ ഫാക്ട് ചെക്ക് ഒന്നും ആരും നടത്താറില്ല. ഇതിനെ കുറിച്ചൊന്നും അന്വേഷിച്ചു പോകാൻ ആൾക്കാർക്ക് നേരല്ല. എല്ലാവരും വയറ്റുപഴപ്പിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ലാലേട്ടനായിട്ട് 3 ചിത്രങ്ങളല്ലേ? അതെ. നരൻ ബ്ലോക്ക് ബസ്റ്റർ ആണ്. അപ്പൊ ഇനി ഒരു മാസ് പടം ലാലേട്ടൻ വെച്ച് പ്രതീക്ഷിക്കാൻ എൻ്റെ അടുത്ത് ഒരു മാസ് പടം ചെയ്യാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് ആരെങ്കിലും എന്നെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്യും. നമ്മൾ ഈ മാസ് പടം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു പരിപാടിയല്ല ഇത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളിങ്ങനെ അത് കോരിത്തരിപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ട് പോകണമല്ലോ. അതാണല്ലോ മാസ് പടത്തിന്റെ ഒരു സാധനം. ഈ നരൻ എന്നുള്ള സിനിമ ചെയ്ത് അതിന്റെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും ആ സിനിമ റിലീസ് ചെയ്യുന്നതിന്റെ തലേ ദിവസം വരെ ആ സിനിമ ഹിറ്റ് സിനിമയല്ല, അതൊരു അട്ടർ ഫ്ലോപ്പ് ആവാൻ പോകുന്ന ഒരു സിനിമയായിരുന്നു. കാരണം അത് ആർക്കും അങ്ങനെ വർക്കായില്ല ആ സിനിമ. അതിന് മുമ്പേ കണ്ട ആൾക്കാരിൽ അതിന്റെ ഡബിൾ പോസിറ്റീവ് ജോസ് സാർ അത് എഡിറ്റ് ചെയ്തിട്ട് നമ്മളന്ന് പ്രൊജക്ട് ചെയ്ത സമയത്ത് ആന്റണി ഭയങ്കരമായി ചൂടാവുക ചെയ്തത്. എനിക്ക് സിനിമ വേണ്ടെന്നാണ് പുള്ളി പറഞ്ഞിരുന്നത്. അത് പക്ഷേ ഫുൾ എഡിറ്റഡ് ചില കുറച്ച് ലാഗുള്ള കട്ടായിരുന്നു പുള്ളി ജോസ് സാർ എത്തിയിരുന്നത്. അത് ഡബിങ് കഴിഞ്ഞ ഉടനെയുള്ള ഇതാണ്, അല്ലാതെ ഫൈനൽ ട്രിംഡ് വെർഷൻ ആയിരുന്നില്ല. എന്നാൽ പോലും അതിനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല പുള്ളിക്ക്. പുള്ളി ആകെ തകർന്നു പോയി ഇത് കണ്ട സമയത്ത്. കാരണം എന്താ വെച്ചാൽ ഒരു കൺവെൻഷണൽ അതുവരെയുള്ള ഒരു കൺവെൻഷണൽ മാസ് ഫിലിമിൻ്റെ അകത്തുള്ള ഒന്നും അതിൻ്റെ അകത്തില്ല സത്യത്തില്. വരാൻ പോകുന്ന പ്രോജക്ട്സ് ഏതൊക്കെയാണ്? വരാൻ പോകുന്നത് ഞാൻ മമ്മൂക്കയായിട്ടൊരു പ്രോജക്റ്റ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അത് മാത്രമാണ് ഇപ്പോൾ. അതിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊന്നും ചിന്തിച്ചിട്ടില്ല. പിന്നെ ആരെങ്കിലും നമ്മൾ വെച്ച് സിനിമ ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ, ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് ഒക്കെ വാങ്ങിക്കാൻ കഴിവുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുന്ന സമയത്ത് അങ്ങനെ ഞാൻ സിനിമയെക്കുറിച്ച് ചിന്തിക്കാറുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു സിനിമയുടെ പിറകെ ഇങ്ങനെ പോയി നടന്നു കഴിഞ്ഞാൽ വലിയ പാടാണിപ്പോൾ. സിനിമ കൊണ്ട് മാത്രം ജീവിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. വരുമാനമൊക്കെ വലിയ പ്രശ്നമാണ്.
അപ്പം ഒരു മാസ്റ്റർ ക്ലാസ് കേട്ടൊരു ഫീൽ ഉണ്ട് എനിക്കും ജിബിനും ഇപ്പോ. ഓക്കെ, അപ്പം എന്തായാലും ഓ ബേബി ഒരു വിജയമായി. അടുത്ത സിനിമ ഇപ്പൊ മമ്മൂക്ക വെച്ചിന് അടുത്ത സിനിമ വരുന്നത് കേട്ടപ്പോൾ തന്നെ നമ്മൾ ഒരു എക്സൈറ്റ്മെന്റ് വന്നു കഴിഞ്ഞു. സിനിമയും ഒരു വലിയ വിജയമാവട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.